ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാർ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞ് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ ഇപ്പം നമ്മൾ VHSലും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രകാരം തന്നെ നമുക്ക് VHSന്ന് വിളി വന്നു. അപ്പോൾ ഞങ്ങൾ VHSലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണല്ലോ, തൃശ്ശൂർ അഞ്ചേരിയിലാണ് വീട്. അപ്പോൾ നമുക്ക് ഒല്ലൂർ VHS എന്നാണ് കേട്ടോ നമ്മൾ വിളിച്ചേക്കുന്നത്. ഇതായി നമ്മൾ സ്കൂളാണ് കേട്ടോ, അതോ VHS സ്കൂള്. അപ്പോൾ ദേ ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, കാണാൻ കണ്ടോ നിറയെ ചെടികളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞാനൊരു ചെടി ഭ്രാന്തിയാണല്ലോ, അപ്പോൾ പിന്നെ ചെടികൾ വിടില്ലല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെയാണ് കുട്ടികളോട് എടുക്കാൻ പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മ ചെടി കണ്ട അവിടെ കമന്നടിച്ച് വീഴുമെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കണം കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെടി ഇങ്ങനെ എടുക്കണം കേട്ടോ. ദേ മണി പ്ലാന്റൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ നല്ല രീതിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. ഇപ്പുറത്തൊക്കെ കൊങ്ങണി ചെടികളൊക്കെ വരാന്തയിൽ വെച്ചിട്ടുണ്ട്. അവിടുത്തെ തിണ്ണകളുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ അതേ കൊങ്ങണി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതാ മുറ്റൊക്കെ കണ്ടു, ഒരു കുഞ്ഞു പൂന്തോട്ടവും ഗ്രൗണ്ടൊക്കെ ആയിട്ട് നല്ല വൃത്തിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ദേ അവിടെ പേരൻസൊക്കെ വന്നിരിക്കുന്നുണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട്. മാഷ്മാരൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങളും സ്ഥലം ഉറപ്പിച്ചു. ഞാനും മോൻ്റെ കൂടെ അവിടെ ഒക്കെ ഇരുന്ന് അവിടെ മറ്റു പേരൻസിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുത്തെ ഏതോ ടീച്ചറുടെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തോ ചെറിയൊരു സെൻഡ് ഓഫ് ഒക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാഷ്മാരും അഡ്മിഷൻ അടിക്കാൻ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നതായിരുന്നു കേട്ടോ. ആ വരാന്തയിൽ മൊത്തം എന്തൊക്കെ ചെടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഷാജാടൻ വരുന്നു. അപ്പോൾ ഷാജാടൻ അവിടെ ആരോടെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ പരതി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അന്ന് പിന്നെ ഷാജാണിയും മോനും പിടിച്ച് നിർത്തി വേഗം ഒരു ഫോട്ടോ എടുക്കലൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മാഷ്മാരൊക്കെ എത്തി. അപ്പോൾ അഡ്മിഷനൊക്കെ എടുത്ത് ഞങ്ങൾ വന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഒരു അഞ്ചേരിയിൽ നിന്ന് ഒല്ലൂർ ക്രിസ്റ്റഫറിലേക്ക് അവിടെയാണ് കേട്ടോ നമ്മുടെ ഈ സ്കൂളുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അവന് ഇത്തിരി ദൂരം ഉണ്ടെങ്കിലും സൈക്കിളിലൊക്കെ പോയി വരാനായിട്ട് എളുപ്പമായിരുന്നു കേട്ടോ അവന്. അപ്പോൾ അതൊക്കെ എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും ഇത്തിരി ചവിട്ടണം സൈക്കിളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വരാണ് കേട്ടോ. അതേ കണ്ടോ മേളക്കൊക്കെ ഉണ്ടായി നിൽക്കണം, നോക്കിയേ ഇതാ കണ്ടോ. അപ്പോൾ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊങ്ങിണി ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒക്കെ നല്ല വൃത്തിക്കും വെടുപ്പിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതേ കണ്ടോ. അപ്പോൾ വരാന്തയിൽ മൊത്തം നല്ലൊരു ഭംഗിയാണല്ലേ ഇങ്ങനെ ചെടികൾ, പ്രത്യേകിച്ച് ഇതുപോലെ പച്ചപ്പൊക്കെ ആയിട്ട് കാണാനൊക്കെ ആയിട്ട്. ആ കാണുന്നത് ഇത് പ്രിൻസിപ്പളിൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കയറുകൊണ്ടൊക്കെ വടിയൊക്കെ ചുറ്റി കയറുകൊണ്ടൊക്കെ ഇട്ട് അതിൻ്റേതായ രീതിയിലൊക്കെയാണ് കേട്ടോ വെച്ചേക്കണത്. നല്ല ഭംഗിയുണ്ട്. പാഴ്വസ്തുക്കൾ കൊണ്ട് വെക്കാന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, കുപ്പികളുടെ മേലെ കയറ് ഉണ്ടല്ലോ, അതൊക്കെ ചുറ്റി അതിലേക്ക് വെള്ളം നിറച്ച് അതിലേക്കൊക്കെ മണി പ്ലാന്റൊക്കെ വെച്ച് അങ്ങനെ പല രീതിയിലൊക്കെ ഇത് കണ്ടോ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് മണി പ്ലാന്റും പിന്നെന്താ പലതരം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ്, അതിൻ്റെ വിവിധതരം സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടി പിന്നെ പൈപ്പൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആക്കി ഹാങ്ങിങ് പോട്ടൊക്കെ വെച്ച് നല്ല അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെടികൾ ഇങ്ങനെ കവർ ചെയ്യാം. മോൻ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഒന്ന് വായോ വീട്ടിലേക്ക് പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കാണുമ്പോൾ ഒരു കൗതുകം. അപ്പോൾ അത് ഞാൻ എടുത്തതാണ് കേട്ടോ. കണ്ട ഗ്ലാസ്സല്ല കുപ്പിയിലൊക്കെ വെള്ളമൊക്കെ ആക്കിയിട്ട് അതിലേക്ക് മണി പ്ലാന്റൊക്കെ ഇട്ട് കൊടുത്ത് കയറൊക്കെ ഇട്ടിട്ട് നാത്തി നല്ല നമുക്കൊന്നും ചെയ്യാവുന്ന സിമ്പിൾ കാര്യമൊക്കെയാണ്. അതൊക്കെ ഒരു സ്കൂളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണല്ലേ. കണ്ടോ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചേട്ടൻ നോക്കേണ്ടത് ഇവിടെ എന്തോ ഈ കാണിക്കണേന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ സ്കൂളിൻ്റെ VHS സ്കൂള്. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. ചെടിക്കാവുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലേ കാണാനായിട്ടൊരു കൗതുകം. അപ്പോൾ ദേശായേട്ടൻ ഞങ്ങളോട് ടാറ്റും പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഊബർ വിളിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇത് നോക്കിയേ, ഓണത്തിൻ്റെ എന്താ പറയുക സെൻറ്റുമല്ലിക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പാവിക്കണത്. തൈകളൊക്കെ ആയിട്ട് ഓണത്തിന് പൂക്കളൊക്കെ ഇടാനായിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു കൃഷിയാണ് കേട്ടോ. അവിടെ സ്കൂളാണ്, സ്കൂളിൻ്റെ മുറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടെ അതൊക്കെ അവർ പാവിയിട്ട് തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒല്ലൂർ ക്രിസ്റ്റഫർ. ഇത് കണ്ടോ, ഹയർ സെക്കൻഡറി സ്കൂൾ വൈലോപ്പള്ളി കണ്ടോ. അതിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ ഫൺ മൂവീസ് ഉണ്ട്, ഫൺ സിറ്റി, അതായത് സിനിമ തിയേറ്റർ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ടെസ്റ്റ് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്ത് വന്ന സ്കൂളുണ്ടല്ലോ ഒല്ലൂർ VHS, നമുക്കത് പിറ്റേ ദിവസം വന്നിട്ട് ക്യാൻസൽ ആക്കേണ്ടി വന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ അവിടെ സയൻസാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതും തന്നെയല്ല, നമുക്ക് പിറ്റേ ദിവസം നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ അഞ്ചേരി സ്കൂൾ, നമ്മുടെ അഞ്ചേരിയാണല്ലോ വീട്. അപ്പോൾ അഞ്ചേരി സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് പ്രവേശനം കിട്ടി.
അപ്പോൾ പിന്നെ അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മളിപ്പുറത്ത് നേരത്തെ അഡ്മിഷൻ എടുത്ത് നമ്മുടെ ഒലൂർ VHS നമ്മൾ ക്യാൻസലാക്കി, അഡ്മിഷൻ ക്യാൻസലാക്കി. ഇതാണ് ഇപ്പോൾ അഞ്ചേരി സ്കൂളിലേക്ക് നമ്മൾ വന്നു. അവിടെ അഡ്മിഷൻ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അതാണ് ആ മഴയും കാര്യങ്ങളൊക്കെയായിട്ട് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾക്കിപ്പോൾ മോൻ പഠിക്കാൻ പോണ സ്കൂൾ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവൻ പോയി, ഒരാഴ്ചയല്ല 2 ആഴ്ചയോളമായി. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. ഇപ്പോൾ 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കണം സ്കൂൾ. ഇതാണ് അഞ്ചേരി സ്കൂൾ കേട്ടോ, ഹയർ സെക്കൻഡറി സ്കൂള്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് അഞ്ചേരി. അപ്പോൾ ഒന്നും കൂടി തൊട്ടടുത്ത് സ്കൂൾ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം കൂടി നമുക്കുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ് കണ്ടോ. അപ്പോൾ പിന്നെ 3 മക്കളായിട്ട്, അമ്മയുടെ 3 മക്കളാണ്. മൂത്ത മോൻ ഇപ്പുറത്ത് നിൽക്കണോ, പിന്നെ 2ാമത്തത് ഷാജേട്ടൻ, 3ാമത്തത് മിനി ചേച്ചി കേട്ടോ. അപ്പോൾ അതേ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിക്കുന്നത് കേട്ടോ. അമ്മയുടെ 22ാം പിറന്നാളാണ്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് എല്ലാവരും വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും കേട്ടോ. എന്തൊക്കെയായാലും അവരവരുടെ മക്കളോടൊന്നിച്ച് കുറച്ച് സമയം ചിലവഴിക്കാനും, അതുപോലെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ, അത് ഓണായിക്കോട്ടെ, ഇതുപോലെയുള്ള ബർത്ത്ഡേക്ക് ആയിക്കോട്ടെ, അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കാനും അതിൽ ഒത്തൊരുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയായിരിക്കും അല്ലേ അത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും ഇതുപോലെ കേക്ക് മുറിക്കലോ മിഠായി കൊണ്ടുപോലോ ഉള്ള കാര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ നമ്മുടെ അമ്മമാരുടെ അന്നത്തെ കാലത്തെ പ്രാരാബ്ധമോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള പ്രായമായ അമ്മമാർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെ അമ്മയുടെ ജന്മദിനത്തിന് കേക്ക് മുറിക്കൽ, അതുപോലെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ചിലപ്പോൾ പേഴ്സായിരിക്കാം, നൈറ്റി ആയിരിക്കാം, സാരി, ചെരുപ്പ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കാറ്. അല്ലെങ്കിലും സമ്മാനത്തിലൊന്നും അല്ല കേട്ടോ കാര്യം. ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കൾ പിന്നെ കൂടെ പോയിട്ട് കടയിൽ പോയിട്ട് അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ലഡു, പിന്നെ നാരങ്ങ മിഠായി, അത് വാങ്ങി കൊണ്ടു കേട്ടോ. അതാണ് മക്കളുടെ വക അമ്മമ്മയ്ക്ക് കൊടുത്ത സമ്മാനം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.